ഓം ശ്രീമാത്രേ നമ. ജയ് മാ കാമാഖ്യ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച. ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിച്ചു തുടങ്ങാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ്. പുതിയതായി നമ്മുടെ ചാനൽ കാണുന്നവർ ചൊവ്വയോ വെള്ളിയോ നല്ലൊരു ദിവസം നോക്കി ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിച്ചു തുടങ്ങാം. പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ അറിയാനായിട്ട് നമ്മുടെ കാമി സിന്ദൂർ എന്നാൽ മാ കാമാഖ്യ സിന്ദൂരം എന്ന ചാനലിൻ്റെ ഐക്കണിൽ അമ്മയുടെ ഫോട്ടോ ഉണ്ടല്ലോ, മാ കാമാഖ്യ ദേവിയുടെ, അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ചാനൽ ഓപ്പൺ ആവും. അതിൽ പ്ലേലിസ്റ്റിൽ പോയി പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ അതിൽ ശ്രീമാത എന്നൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും ക്രമമായി കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് പഠിച്ചു തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് 188 മുതൽ 195 വരെയുള്ള നാമമന്ത്രങ്ങളാണ്. ഇന്ന് നോക്കാൻ പോകുന്നത് 196 മുതൽ 203 വരെയുള്ള നാമമന്ത്രങ്ങളാണ്. 196ാമത്തെ നാമമന്ത്രം സർവജ്ഞ. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജ്ഞ സർവജ്ഞ. ഇവിടെ സർവ ആ വാ ദ്വിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇപ്പൊ മുകൾ നിരയിലെ പല്ലുകൾ കീഴ്ചുണ്ടിൽ അമർത്തിക്കൊണ്ടാണ് ആ വാ എന്നുള്ളത് ഉച്ചരിക്കേണ്ടത്. വെറും വായല്ല, ഇവിടെ വായാണ്. സർവജ്ഞ. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അക്ഷരസ്ഫുടതയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മുകളിൽ നിരയിലുള്ള പല്ലുകൾ ഇങ്ങനെ കീഴ്ചുണ്ടിൽ അമർത്തി അവിടെ തോല് പോകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെത്ര ഡെഡിക്കേഷനോടുകൂടി പഠിക്കുന്നോ അത്രയും അക്ഷരങ്ങൾ സ്ഫുടമായി ഉച്ചരിക്കാൻ സാധിക്കും. എത്ര സ്ഫുടമായി ശ്രദ്ധയോടെ ഉച്ചരിക്കുന്നു അത്ര തന്നെ അതിൻ്റെ ഫലം ലഭിക്കും. സർവജ്ഞ. ഇവിടെ ജ്ഞായാണ്. അപ്പോൾ സർവജ്ഞ എന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ്. അതല്ലാതെ സർവജ്ഞ എന്ന് ഉച്ചരിക്കരുത്. സർവജ്ഞ എന്ന് തന്നെ ഉച്ചരിക്കണം. സർവജ്ഞ എന്നാൽ ഈ അർത്ഥം കംപ്ലീറ്റ് മാറിപ്പോകും. ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം എല്ലാം അറിയുന്നവൾ, എല്ലാ അറിവും ദേവിയിൽ നിന്നും ഉണ്ടാകുന്നു. ഓരോ പ്രാണിയുടെയും ശുഭാശുഭ കർമ്മങ്ങൾ, അതുപോലെ തന്നെ ഒരില അനങ്ങുന്നത് പോലും അമ്മ അറിയാതെ സംഭവിക്കില്ല എന്ന് ഇവിടെ വശിന്യാതി വാഗ് ദേവതമാർ വ്യക്തമാക്കുന്നു. ഇത് പറയുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിക്കുന്ന അമ്മ തിരഞ്ഞെടുത്ത മക്കളായ നിങ്ങളും എല്ലാം സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവിക്കുന്നത്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മയുടെ അറിവോടെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. 197ാമത്തെ നാമമന്ത്രം സാന്ദ്രകരുണ. പദം പിരിക്കുമ്പോൾ കരുണ, സാന്ദ്രകരുണ. ഇവിടെ സാന്ദ്രം ചന്ദനത്തിൻ്റെ ദായാണ് ഇവിടെ. ന പ്ലസ് ദ, നന്ദനം എന്നൊക്കെ എഴുതുന്ന അന്ത. ഇവിടെ അക്ഷരസ്ഫുടതയ്ക്ക് വേണ്ടി സാന്ദ്രം എന്നൊന്നും ഉച്ചരിക്കരുത്. അതുപോലെ തന്നെ സാന്ത്രം അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. സാന്ദ്ര കരുണ, തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ടതാണ്. കരുണ എന്ന് നീട്ടേണ്ടതാണ്. സാന്ദ്രം എന്നാൽ ഇടതൂർന്ന അല്ലെങ്കിൽ തിങ്ങിയ ഗാഢമായ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ലളിതാ സഹസ്രനാമ സ്തോത്രം ചൊല്ലുന്നവരിൽ അത്രയും സാന്ദ്രമായ ഗാഢമായ തിങ്ങ് ഇടതൂർന്ന ആ കാരുണ്യം വർഷിക്കുന്നവളായ ആ മഹാദേവിക്ക് നമസ്കാരം. 198ാമത്തെ നാമമന്ത്രം സമാനാധികവർജിത. ഇവിടെ പദം പിരിക്കുമ്പോൾ വർജിത, അധികവർജിത, സമാനാധികവർജിത. ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോഴായിരിക്കും അയ്യോ ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ ചൊല്ലിയിരുന്നത്, തെറ്റിയിട്ടാണല്ലോ ചൊല്ലിയത് എന്ന് വിചാരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കേട്ടോളൂ. സമാനാധികവർജിത എന്നൊക്കെ നമ്മൾ ചൊല്ലിയിട്ടുണ്ടാവാം, പക്ഷെ ഇതിവിടെ സമാനാധികവർജിത. അതുകൊണ്ട് തന്നെ സമാന എന്ന് കഴിഞ്ഞ് പദം പിരിച്ച് ആ മുകളിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ എന്നുള്ള അക്ഷരം അത് ചേർത്തുകൊണ്ട് അങ്ങോട്ട് ജപിക്കുക. അപ്പോൾ ഒരിക്കലും അർത്ഥം തെറ്റിപ്പോകില്ല. ഇനിയിപ്പോൾ സ്ഥൂലാർത്ഥം നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അപ്പോൾ സമാനാധികവർജിത
വർജിത. ഇവിടെ വർജിത, അവിടെ 2 ജകാരമുണ്ട് അവിടെ, അതുകൊണ്ട് തന്നെ അതൊന്ന് വർജിത, നമ്മുടെ പല്ലുകൾ അണപ്പല്ല് ഒന്ന് കടിച്ചു പിടിച്ചിട്ട് ഉച്ചരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ധ ശ്രദ്ധിക്കണം. ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം സമാനം, അതായത് തുല്യമായത്, അമ്മയ്ക്ക് തുല്യമായതോ, പിന്നെ അധികം. അധികം എന്നാൽ അമ്മയ്ക്ക് മുകളിലായോ അല്ലെങ്കിൽ അമ്മയെ കവിഞ്ഞതായോ, അങ്ങനെ മറ്റൊന്നും ഇല്ലാത്തവൾ, അതാണ് സമാനാധികവർജിത. ഇതിനൊരു ഉദാഹരണം കൂടി ഇതിനൂടെ പറഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്, അത് അപഹരിക്കുകയല്ല. നമ്മുടെ ചാനലിൻ്റെ ഐക്കണാണ് ശ്രീ മാ കാമാഖ്യ ദേവി. ആ ദേവി തന്നെയാണ് ശ്രീ ലളിതാ മഹാത്രിപുര സുന്ദരി. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ ആ അമ്മയുടെ ഐക്കോണോഗ്രഫി, ഏറ്റവും താഴെ സിംഹം, അത് വിഷ്ണുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിനു മുകളിൽ മലർന്നു കിടക്കുന്ന സദാശിവൻ, അതിനു മുകളിൽ ബ്രഹ്മാവിനെ പ്രതിനിധീകരിക്കുന്ന താമര, ആ താമരയ്ക്ക് മുകളിലാണ് ആ അമ്മ ഇരിക്കുന്നത്. ഒരിക്കൽ മാ കാമാഖ്യ ക്ഷേത്രത്തിൽ വിശ്വപ്രസിദ്ധമായ അമ്പുവച്ചി മേളയ്ക്ക് പോയതും അവിടെ നിന്ന് അമ്മയുടെ പരമകാരുണ്യം കൊണ്ട് രക്തവസ്ത്രം അതെനിക്ക് ലഭിക്കുന്നതും അതിനുണ്ടായൊരു സാഹചര്യം, അതൊക്കെ നിങ്ങളുമായി വരും ദിവസങ്ങളിൽ പങ്കുവയ്ക്കുന്നതാണ്. ഇനി 199 നാമമന്ത്രം സർവശക്തിമയീ. പദം പിരിക്കുമ്പോൾ ശക്തിമയീ, സർവശക്തിമയീ. ഇവിടെ വീണ്ടും സർവ വാദിത്വമായിട്ടാണ്. അതുപോലെ തന്നെ ശക്തി, ഇതൊക്കെ നമ്മൾ മുന്നേ കണ്ടതാണ്. കീത്ത, ശക്തി, ഭക്തി, പിന്നെ ഉദ്യുക്ത എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ശക്തി എന്ന് തന്നെ ഉച്ചരിക്കുക, അതാണ് കുറച്ചുകൂടി മന്ത്രസ്പന്ദനങ്ങൾ ഉണ്ടാവാൻ നല്ലത്. അതല്ലാതെ മലയാളത്തിൽ നമ്മൾ ഉച്ചരിക്കുക ശക്തി എന്നാണ്. ക്ക് സൈലൻ്റ് ആയിട്ടാണ് പുറത്തേക്ക് വരിക. അപ്പോൾ ശക്തി കേൾക്കാതെ ശക്തി എന്നാണ് പുറത്തേക്ക് വരിക. അപ്പോൾ ഇത് മന്ത്രങ്ങളായതുകൊണ്ട് അത്ര പ്രാധാന്യത്തോടു കൂടി ഉച്ചരിക്കേണ്ടതാണ്. സർവശക്തിമയീ. ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം സർവശക്തികളും താൻ തന്നെ ആയവൾ. ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അവതാരം, സർവ്വദേവ ശരീരത്തിൽ നിന്നും ഉദ്ഭവിച്ചതാണ് ആ അമ്മ. സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് ശ്രീ ലളിത മഹാത്രിപുര സുന്ദരി. ആ മഹാലക്ഷ്മിയിൽ നിന്ന് തന്നെയാണ് മഹാകാളിയും മഹാസരസ്വതിയുടെയും ഉദ്ഭവം. ദേവി മഹാത്മ്യത്തിലെ പ്രാധാനിക രഹസ്യം വായിച്ചവർക്ക് അതറിയാം. ഈ നമ്മൾ ലളിതാ സഹസ്രനാമ സ്തോത്രം കഴിഞ്ഞിട്ട് ദേവി മഹാത്മ്യമാണ് ഇങ്ങനെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആ മഹാദേവി അനുഗ്രഹിക്കട്ടെ. ഇനി 200 നാമമന്ത്രം സർവമംഗള. ഇവിടെ പദം പിരിക്കുമ്പോൾ മംഗള, സർവമംഗള. മംഗല എന്നും എഴുതിയിട്ടുണ്ട്, മംഗള എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലാക്കും ഭേദമില്ല, നമ്മൾ മുന്നേ കണ്ടതാണ്. കുലാന്തസ്ഥ, കുളാന്തസ്ഥ എന്നുള്ള നാമമന്ത്രങ്ങളൊക്കെ. അപ്പം അതുപോലെ തന്നെ ഇവിടെ മംഗല എന്ന് ചൊല്ലിയാലും ശരിയാണ്, മംഗള എന്ന് ചൊല്ലിയാലും ശരിയാണ്. ഇവിടെ ഞാൻ ല എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. സർവമംഗല അല്ലെങ്കിൽ സർവമംഗള. ഇവിടെ വ ശ്രദ്ധിക്കണം. സർവമംഗളങ്ങളെയും നൽകുന്നവൾ. അപ്പോൾ ഒന്നുകൂടി ദേവി മഹാത്മ്യത്തിൽ ഒരു ഉദാഹരണം പറയാം. ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതി 11 അധ്യായം, അതിൽ പ്രസിദ്ധമായൊരു സ്തുതിയുണ്ട്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ദേവി നാരായണി നമോസ്തുതേ. ഇവിടെ ഈ മന്ത്രം തെറ്റിച്ച് ചൊല്ലാറുണ്ട് ആളുകളൊക്കെ. സർവമംഗള മാംഗല്യേ എന്ന് ചൊല്ലാറുണ്ട്. പിന്നെ സർവാർത്ഥ സാധികേ ശരണ്യ ത്രയംബകേ ദേവി എന്ന് ഉച്ചരിക്കാറുണ്ട്. അങ്ങനെയല്ല, ത്രയംബകേ എന്നേ ഉള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചെന്നുള്ളത്. ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ഇങ്ങനെ തന്നെയാണ് ചൊല്ലേണ്ടത് എന്ന് മനസ്സിലായത്. ഒന്നുകൂടി ഞാൻ ചൊല്ലാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ദേവി
നാരായണി നമോസ്തുതേ. 201 നാമമന്ത്രം. സദ്ഗതിപ്രദാ പ്രദാ സദ്ഗതിപ്രദാ. ഇവിടെ സദ്ഗതി, ഗതി എന്ന് ഉച്ചരിക്കുന്നത് സദ്ഗതിയാണ്. സദ്ഗതി പ്രദാ, പ്രദാ എന്ന് നീട്ടേണ്ടതാണ്. സദ്ഗതിയെ ദാനം ചെയ്യുന്നവൾ. ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരും ഉത്കൃഷ്ടമായ ജന്മങ്ങളാണ്. ചിലർക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിക്കാം. എൻ്റെ മകൻ 10 വയസ്സുള്ളപ്പോൾ ഞാൻ അവനെ പഠിപ്പിച്ചതാണ്. ഇപ്പോഴും അവൻ ജപിക്കാറുണ്ട്, ഇത്രയും അക്ഷരസ്ഫുടതയോടുകൂടി തന്നെ. അപ്പോൾ അത് ചില ആളുകൾ വളരെ പ്രായം ചെന്നതിന് ശേഷം മാത്രമേ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ നേർക്ക് ശ്രദ്ധ തിരിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പുണ്യപാപങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിച്ചു തുടങ്ങുന്നത് മുതൽ പിന്നെ നമ്മൾ അമ്മയുടെ കൺട്രോളിലാണ്. ബാക്കിയെല്ലാം അമ്മ നോക്കിക്കൊള്ളും. അപ്പോൾ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നവർക്ക് സ്വാഭാവികമായും കൂടുതൽ മംഗളകരമായ ജീവിതം, അവസാന മോക്ഷം. ഇത് തന്നെയാണ് സദ്ഗതി. 202 നാമമന്ത്രം. സർവേശ്വരി. പദം പിരിക്കുമ്പോൾ ഈശ്വരി, സർവേശ്വരി. ഇവിടെ സർവം വാ ശ്രദ്ധിക്കണം. പിന്നെ ഈശ്വരിയുടെ ശ്വ, ഈശ്വരി എന്നൊന്നും ചൊല്ലരുത്. സർവേശ്വരി, ഷ പ്ലസ് വായാണ് അവിടെ. സർവേശ്വരി എന്ന് നീട്ടേണ്ടതാണ്. സർവേ ഈശ്വരി എന്ന് ജപിക്കാൻ പറ്റില്ല. നമ്മൾ കൂട്ടി ജപിക്കുമ്പോൾ സർവേശ്വരി എന്ന് തന്നെ വരുള്ളൂ. അപ്പോൾ ഈ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മുകളിൽ ചേർത്തു എന്നേ ഉള്ളൂ. സർവത്തിനും ഈശ്വരിയായവൾ, സർവൈശ്വര്യങ്ങൾക്കും ആധാരമായവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. 203 നാമമന്ത്രം. സർവമയീ. നേരത്തെ പറഞ്ഞതുപോലെ വാ ശ്രദ്ധിക്കുക. സർവമയീ എന്ന് നീട്ടുക. സർവസ്വരൂപിണിയായവൾ. ഈ വിശ്വം തന്നെ ദേവിയിൽ നിന്നും ഭിന്നമല്ല. സർവചരവും അചരവുമായ എല്ലാം ദേവീമയമാണ്. അതുകൊണ്ട് തന്നെ അമ്മ സർവമയിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ 204 മുതലുള്ള നാമമന്ത്രങ്ങളാണ് നമ്മൾ നോക്കാൻ പോവുക. അതുവരെ എല്ലാവരും നല്ല ഭക്തിയോടെ, ഭാവത്തോടെ, ശ്രദ്ധയോടെ, അക്ഷരസ്ഫുടതയോടുകൂടി നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പോലെ ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിക്കുക. എല്ലാവരെയും ആ മഹാദേവി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാദേവിയേ നമഃ.